ആസ്ക് ക്വസ്റ്റ്യൻസ്. ആ വാക്യങ്ങളെപ്പറ്റിയും വേദഭാഗത്തെപ്പറ്റിയും കുറച്ച് ക്യൂരിയസ് ആകാൻ തുടങ്ങണം. ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ഒരു വാക്യത്തിൽ നിന്ന് എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നത്? എന്താണ് വ്യക്തികളെപ്പറ്റി ആ വാക്യം പറയുന്നത്? എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെപ്പറ്റി, അല്ലെങ്കിൽ അതിനെങ്ങനെ അപ്ലൈ ചെയ്യാം ആ വാക്യം? പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ ആ വാക്യത്തെ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം? ഇപ്പോൾ ഉദാഹരണത്തിന് സദൃശവാക്യങ്ങൾ 23:17-18 പറയും, നാം അസൂയപ്പെടരുത്. അപ്പോൾ നമുക്ക് സ്വയം ചോദിക്കാം, എന്താണ് അസൂയയുടെ അർത്ഥം? എൻ്റെ ജീവിതത്തിൽ അസൂയ വല്ലതും ഉണ്ടോ? അങ്ങനെ ഒരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ ഇടയ്ക്ക് വരാറുണ്ടോ? ഞാൻ എൻ്റെ ഉള്ളിൽ അപ്രകാരമുണ്ട് എങ്കിൽ വല്ല മാറ്റങ്ങൾ വല്ലതും വരുത്തണമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. അസൂയപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? എന്നിട്ട് ദൈവസന്നിധിയിൽ അപ്രകാരമുള്ള ചിന്തകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തിരുവെഴുത്തിനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്യം എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലാക്കി അത് മുഴുവനുമായും നമ്മുടെ ഉള്ളത്തിലേക്ക് അലിഞ്ഞ് ചേർന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ ഇപ്രകാരമുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അതിനൊരു സഹായമാവും. എങ്ങനെയാണ് ബൈബിൾ ശരിയായ രീതിയിൽ ധ്യാനിക്കേണ്ടത്? 9 കാര്യങ്ങൾ വിവരിക്കുന്ന സന്ദേശം നമ്മുടെ ചാനലിൽ കാണുക. അത് കാണുവാൻ താഴെ കാണുന്ന ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.